അംബിക്കാനോടും ജിത്തുചാനോടൊക്കെ പറഞ്ഞു പാർട്ടിന് വേണ്ടി എല്ലാരും വെയിറ്റിംഗ് ആണ്. പറഞ്ഞോന്നോ? അല്ല ഇനിയിപ്പോ പറയാം, നിങ്ങളെ വെയിറ്റിംഗ് ആണെങ്കിൽ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങളെ പരിഗണിക്കാനും പറയാം. ഈ മറ്റേ ആവേശം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതില് രോമാഞ്ചത്തിന്റെ ഒരു യൂണിവേഴ്സും കൂടി കൊണ്ടുവരാണെങ്കിൽ നല്ല രീതിയിലായിരുന്നു എന്നൊരു സംസാരം വരുന്നുണ്ട്. അപ്പൊ ജിത്തു ചേട്ടാ ഈ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ആവേശം കണ്ടു തീരുമ്പോൾ ആവേശത്തിനെ പറ്റിയല്ലേ സംസാരിക്കണ്ട, അല്ലെങ്കിൽ രോമാഞ്ചത്തിനെ പറ്റി സംസാരിക്കണ്ട. ആഗ്രഹിച്ചിരുന്നു അത്തരം ഒരു ഇല്ല നമ്മൾ ആവേശമായിട്ട് ആവേശം കണ്ടപ്പോ രോമാഞ്ചം വന്നല്ലോ. ഇനിയിപ്പോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു പടം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലോകേഷ് കനകരാജ് ചെയ്യുന്ന പോലത്തെ ഒരു ജിത്തു മാധവ് യൂണിവേഴ്സ് നമുക്ക് കാണാൻ പറ്റുമോ? ചേട്ടനോട് തന്നെ ചോദിക്കണം. നിങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ സംവിധായകന്റെ അടുത്ത് എന്തെങ്കിലും? ഇല്ല, ഇതിനെ നമ്മളെ പറ്റി യൂണിവേഴ്സ് ഉണ്ട്, നമ്മൾ തന്നെ അങ്ങനെ ചോദിക്കാം. ഈ കഥ കേട്ടപ്പോ അങ്ങനത്തെ ഒരു സംഗതി തോന്നിയിരുന്നു, ഇത് രോമാഞ്ചത്തിന്റെ ചെറിയ റെഫറൻസോ ഇല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് വേളയിലോ അങ്ങനെയൊക്കെ? ഇല്ല, ഇതിപ്പോ സിനിമ ഇറങ്ങിയ ശേഷമാണ് ആൾക്കാർ സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു ചിന്ത തന്നെ ഇപ്പൊ ടോക്ക് വരുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഷൂട്ട് നടക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു ടോക്കൊന്നും ഉണ്ടായിട്ടില്ല. ആവേശം തന്നെയായിരുന്നു. ജിത്തു ചേട്ടനോ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി തന്നെ ഒരു രോമാഞ്ചമായിട്ട് ഒരു കണക്ഷൻ വരാതിരിക്കാനുള്ള രീതിയിലാണ് ആവേശം എടുത്തത് തന്നെ. അത് വരാതിരിക്കാൻ ട്രൈ ചെയ്തു. വരാതിരിക്കാൻ നല്ലൊരു ട്രൈ ചെയ്തു. ഇനിയും ചേട്ടന്മാരുടെ പടങ്ങൾ പ്രതീക്ഷിക്കാം. വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു തുടങ്ങി. ഇല്ല, വരട്ടെ. പ്രതീക്ഷിക്കുന്നു. വേറെ ഡയറക്ടേഴ്സിന്റെ ഈ മേക്കേഴ്സിന്റെ ഒക്കെ ടെക്നീഷ്യൻസിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂസ്? നല്ല റെസ്പോൺസ് ആയിരുന്നു. അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ആരെങ്കിലും? എടുത്തു പറയാൻ നമ്മുടെ ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്ത എല്ലാവരും റിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. സമീർക്കായാലും അമ്പൂക്കായാലും എല്ലാവരും. കുട്ടിയുടെ ക്യാരക്ടർ ഭയങ്കര വ്യത്യസ്തമായിരുന്നല്ലോ, ഇതുവരെ കാണാത്തൊരു വില്ലൻ പൊളിച്ചടങ്ങി വന്നു മൊത്തത്തിൽ. എന്താണ് പറയാനുള്ളത് ഈ ആവേശത്തിൽ? ആവേശം സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ആവേശം ഫീൽ ചെയ്തു. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ടെക്നീഷ്യനായിട്ട് കൂടെ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒക്കെ നമുക്കൊരു ഭാഗ്യമാണ്. ഫസ്റ്റ് ടൈം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അതിന്റെ രക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടി എങ്ങനെയാണ് ആവേശത്തിലേക്ക് വന്നത്? അത് ഞാൻ ലൈൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിക്കോർഡൊക്കെ വിളിച്ച് വന്നതാണ്. ഇവരോട് കമ്പനി അടിക്കേണ്ടെന്ന് ചിന്തിച്ചായിട്ട് ആദ്യം പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ക്യാരക്ടറിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. ഇവിടെ എപ്പോഴാണ് ആ ഒരു കമ്പനി ആയി തുടങ്ങിയത്? ഞങ്ങൾ വന്നപ്പോഴേ കമ്പനിയാണ്, വന്നപ്പോഴേ കമ്പനിയാണ്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മള് നമ്മുടെ കൂടെ റൂമിൽ നിൽക്കുമ്പോ മാറി നടക്കത്തൊന്നുമില്ല. സെറ്റില് മാത്രം, സെറ്റിലെത്തുമ്പോ അവനിങ്ങനെ മാറി നടക്കുന്നുള്ളൂ. ആ റൂമിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ റൂമിൽ മാറി നടപ്പൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഉച്ചക്കൊക്കെ വെയിലത്തിറങ്ങി നടക്കും ക്യാരക്ടറിന്റെ തോന്നുന്നു. നിങ്ങൾ ഈ ഫഹദ് ഫാസിൽ എന്നുള്ള നടന്റെ ഓരോ മാനറിസങ്ങള് നമ്മൾ ഓരോ സിനിമകളിലും പുതിയ പുതിയ രീതിയിലാണ് കണ്ടത്. നിങ്ങൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഫഹദിന്റെ എന്തൊക്കെ തരത്തിൽ പുതുമകൾ ഈ ആവേശത്തിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ട ആൾക്കാരാണ്? അല്ല, നിങ്ങളൊരു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ലേ, അത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഇരട്ടി ഫീൽ നമുക്ക് കിട്ടിയത്. കാരണം ഇതുവരെ കാണാത്തൊരു കഥാപാത്രമായിരുന്നല്ലോ, ഇതുവരെ കാണാത്തൊരു പദത്തിലായിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ ആ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിയത്. അതായത് വേറൊരു സാധനം റീഇൻട്രൊഡ്യൂസിങ് കറക്റ്റ് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും. അതിപ്പോ ഓരോ ടേക്കിലാണെങ്കിലും ഓരോ ദിവസമാണെങ്കിലും ഓരോ സീൻസിലാണെങ്കിലും അതിന്റെ ഒരു എന്താ പറയണ്ട ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ആ റീൽസ് ഒക്കെ എടുക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, അപ്പൊ അധികം ഡാൻസ് ഒക്കെ കളിച്ചപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ സെറ്റ് മൊത്തം ആ ഷൂട്ടിൽ നമ്മളില്ലായിരുന്നു. അതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഓക്കെ, എല്ലാവരുടെ ആശംസകളും. മറ്റൊരു പാട്ട് കൂടി പാട്ട് പാടുന്ന ഞാനില്ലേ, ഏത് പാട്ടിട്ടാലും ഞാൻ എല്ലാരും ഹാപ്പി അല്ലേ?
എന്റെ ബിബിമോൻ ഹാപ്പിയാണ്, രംഗമോനും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, എല്ലാരും ഹാപ്പി ആവട്ടെ. അല്ല ഇവരുടെ മറ്റേ പാരഡി സോങ് കൂടെ ഒന്ന് അതെ, അത് അല്ലല്ല, പാടാം. അതൊന്നും കൂടി. അത് നിങ്ങൾ പാടുന്നില്ല. നമ്മളവിടെ